ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് such as. ആദ്യം ഒരു സെൻറ്റൻസ് പറയാം. ഫ്രൂട്ട്സ് such as oranges and lemon have vitamin C. ഇതിനർത്ഥം ഓറഞ്ചസ് ആൻഡ് ലെമൺ പോലെയുള്ള ഫ്രൂട്ട്സ് വിറ്റമിൻ സി ഉള്ളതാണ് എന്നാണ്. ഓറഞ്ച് ആൻഡ് ലെമൺ അതുപോലെയുള്ള ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സച്ചാസ് എന്ന ഒരു ഫ്രേസിൻ്റെ മീനിങ് എന്താ? ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഫ്രൂട്ട്സ് ഹാവ് വിറ്റമിൻ സി. അതിന് ഒരു എക്സാമ്പിളായിട്ടാണ് ഓറഞ്ചസ് ആൻഡ് ലെമൺ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഫ്രൂട്ട്സ് ലൈക്ക് ഓറഞ്ചസ് ആൻഡ് ലെമൺ ഹാവ് വിറ്റമിൻ സി. അങ്ങനെ പറഞ്ഞാലും കറക്റ്റ് അല്ലേ? അപ്പോൾ സച്ചാസ് എന്ന ഒരു ഫ്രേസിൻ്റെ മീനിങ് ഫോർ എക്സാമ്പിൾ, ലൈക്ക് എന്നൊക്കെയാണ്. ആനിമൽസ് സച്ചാസ് ഡോഗ്സ് ആൻഡ് കാറ്റ്സ് ആർ ഗുഡ് ഹൗസ് പെറ്റ്സ്. ഡോഗ്സ്, കാറ്റ്സ് പോലെയുള്ള മൃഗങ്ങൾ നല്ല ഹൗസ് പെറ്റ്സ് ആണ്, വീട്ടിൽ വളർത്താവുന്ന പെറ്റ്സ് ആണ് എന്ന്. അവിടെയും മീനിങ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളാണ് അവിടെ പറയുന്നത്. അതല്ലെങ്കിൽ ലൈക്ക് സ്വീറ്റ് ഫുഡ്സ് സച്ച് ആസ് ചോക്ലേറ്റ്സ് ആൻഡ് കാൻഡി ക്യാൻ ബി ഡേഞ്ചറസ് ഇഫ് കൺസ്യൂംഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ചോക്ലേറ്റ്സ്, കാൻഡി പോലെയുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ക്യാൻ ബി ഡേഞ്ചറസ്, അത് അപകടകരമാവും. എങ്ങനെയാണെങ്കിൽ ഇഫ് കൺസ്യൂംഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, ഒരുപാട് ക്വാണ്ടിറ്റി, ഒരുപാട് അളവിൽ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, കൺസ്യൂം ചെയ്യുക മീൻസ് ഉപയോഗിക്കുക. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റീസ്, ഒരുപാട് അളവിൽ ചോക്ലേറ്റ്സും കാൻഡിയും ഒക്കെ കഴിക്കുകയാണെങ്കിൽ അത് അപകടകരമാവും എന്നാണ്. ഇവിടെ സ്വീറ്റ് ഫുഡ്സ് സച്ച് ആസ് ചോക്ലേറ്റ്സ് ആൻഡ് കാൻഡി എന്ന് പറയുമ്പോൾ സ്വീറ്റ് ഫുഡ്സ് ലൈക്ക് ചോക്ലേറ്റ്സ് ആൻഡ് കാൻഡി എന്നാണ് മീനിങ്. അപ്പോൾ അവിടെ ഒരു ലൈക്ക് എന്ന ഒരു വേർഡിൻ്റെ മീനിങ് തന്നെയാണ് സച്ചാസിന് ഉള്ളത്, സച്ചാസ് എന്ന ഫ്രേസിന് ഉള്ളത്. പക്ഷേ സച്ചാസ് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ഫോർമൽ സിറ്റുവേഷനിലാണ്. കാഷ്വലായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ലൈക്ക് മതി. പക്ഷേ സച്ചാസ് എന്ന് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഫോർമൽ വേ ആയി. അത് റൈറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ സച്ചാസ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഒരു 2 എക്സാമ്പിൾ കൂടി പറയാം. എറോബിക് എക്സസൈസസ് സച്ച് ആസ് ജോഗിങ് ആൻഡ് റണ്ണിങ് ആർ ഗുഡ് ഫോർ സ്റ്റാമിന ആൻഡ് ഹാർട്ട്. സ്റ്റാമിന ഉണ്ടാവാനും അതുപോലെ ഹാർട്ടിനും ഒക്കെ നല്ലതാണ് എന്ത്? ജോഗിങ് ആൻഡ് റണ്ണിങ്. എറോബിക് എക്സസൈസസ് അതിന് ഒരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ ജോഗിങ് ആൻഡ് റണ്ണിങ് എന്ന് പറയുന്നത്. ജോഗിങ് ആൻഡ് റണ്ണിങ് പോലെയുള്ള എക്സസൈസസ്, എറോബിക് എക്സസൈസസ് നമുക്ക് ഹാർട്ടിനും അതുപോലെ നമുക്ക് നല്ല ഒരു സ്റ്റാമിന ഉണ്ടാവാനും നല്ലതാണ്. ഡ്രിങ്കിങ് ആൽക്കഹോൾ ക്യാൻ കോസ് many health problems such as cancer and liver diseases. ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. എങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക്? അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് സച്ച് ആസ് ക്യാൻസർ ആൻഡ് ലിവർ ഡിസീസസ്. ഇപ്പോൾ മനസ്സിലായോ സച്ച് ആസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്? ഇനി ഒരു എക്സാമ്പിൾ കൂടി. The shop sells many electronics such as phones, computers and speakers. The shop sells many electronics. ഒരുപാട് ഇലക്ട്രോണിക്സ്, പലതരത്തിലുള്ള ഇലക്ട്രോണിക്സ് ആ കടയിൽ വിൽക്കുന്നുണ്ട്. എങ്ങനെയുള്ളതാണ്? സച്ച് ആസ് ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സ്പീക്കേഴ്സ്. ഫോൺസും കമ്പ്യൂട്ടേഴ്സും സ്പീക്കേഴ്സും ഒക്കെ പോലെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ്. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് സച്ചാസ് ഉപയോഗിക്കുന്നതെന്ന്? വളരെ ഈസി അല്ലേ ഇത്?